ഹായ് കൂട്ടുകാര്, കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഒരു ചെറിയ വിളവെടുപ്പാണ്, അതുകൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തോരന് അങ്ങനെയൊക്കെയാ ചീര വിളവെടുക്കുക കേട്ടോ. അപ്പോൾ അതേത് ചീരയാണെന്നും അതെങ്ങനെയാണ് വിളവെടുക്കുന്നതെന്നും അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നും എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. ചിലർക്ക് ആ ചീരയുടെ ചെടി തന്നെ ആദ്യമായിട്ട് കാണുമായിരിക്കും. അപ്പോൾ എന്നാ വരി കാണാലോ. ഇതാണ് ആ ചീര. ഇതിൻ്റെ പേരാണ് ചായ മനസ. ഇത് ഞാൻ എല്ലാവരോടും ചോദിക്കും, നിങ്ങൾക്ക് ഈ ചായ മനസ വേണോ തോരൻ വെക്കാൻ? എല്ലാവരും വേണ്ടേ വേണ്ടേ, ഒരു ടേസ്റ്റും ഇല്ല, അത് വെക്കാൻ കൊള്ളൂല, ഇതൊരു മയം കുറവാണ്, ഇതൊരു കട്ടുണ്ട്, ഇത് കഴിച്ചാൽ മരണം വരെ സംഭവിക്കും, അങ്ങനെയൊക്കെ പറയുന്നവരുണ്ട് കേട്ടോ. എന്നാൽ ഇത് കഴിക്കുമ്പോലെ കഴിച്ചാൽ ഒരു പ്രശ്നവുമില്ല, നമുക്ക് ആരോഗ്യം കൂടുകയുള്ളൂ, മരണം സംഭവിക്കൂല. ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണ്. ഇത് കഴിക്കുമ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ വേവിച്ച് വെച്ചാൽ മറ്റ് ചീരകൾ ഔഷധ ഗുണത്തേക്കാൾ എത്രയോ മുകളിലായി. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ കഴിക്കണം എന്നാ. ഇത് നട്ടുപിടിപ്പിക്കാൻ ഈസിയാണ്, ഇതങ്ങ് വലിച്ചെറിഞ്ഞാൽ മതി, എന്നാൽ തന്നെ ഉണ്ടാവും. അപ്പം ഞാൻ ഇന്ന് ഇതാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ച്. അപ്പോൾ ഞാൻ ഇതിങ്ങ് പൊട്ടിക്കാൻ വന്നതാണ്, പൊട്ടിക്കുന്നതും എല്ലാം നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ചെടിയും കാണിക്കാൻ, ചിലവർക്ക് ചെടി തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ പിന്നെ എല്ലാം അങ്ങ് നട്ടുപിടിപ്പിക്കുന്നത് കൊണ്ടേ എനിക്കെല്ലാം സൂപ്പറായിട്ടുണ്ട്. എന്താ അങ്ങനെ ഞാൻ ചായ മനസ്സ ചീര വിളവെടുത്ത് അടുക്കളയ്ക്ക് കയറി, നല്ല ഫ്രഷ് തളിര് ഇലയായത്. അപ്പം ഞാൻ എല്ലാം ഞാനൊന്ന് വൃത്തിയാക്കട്ടെ കേട്ടോ. ഇല മാത്രമേ എടുക്കുള്ളൂ, തണ്ട് എടുക്കൂല. അപ്പം ഞാൻ ഇതൊക്കെ വൃത്തിയാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. എന്തൊരു ഫ്രഷാന്നറിയോ, മഴക്കാലം, മഴ പെയ്യുന്നുണ്ട്, ഞാനത് വിളവെടുക്കുമ്പോൾ തന്നെ മഴ പെയ്യുന്നുണ്ട്. ഇതാ കണ്ടില്ലേ, ഒക്കെ നനഞ്ഞിട്ടുണ്ട്, ഞാനും കുറച്ച് നനഞ്ഞു. ഇപ്പം അത് വൃത്തിയാക്കട്ടെ. അങ്ങനെ ഞാൻ നന്നാക്കി ഇത് എവിടം വരെ എത്തി. ഇതിൻ്റെ തളിരില മതിയല്ലോ, കുറേ ഉണ്ട്. നമ്മൾ പിന്നെ മൂപ്പത്തിയൊന്നും എടുക്കണ്ട, തണ്ടും എടുക്കണ്ട, ഒന്നും എടുക്കണ്ട, ഇല മാത്രം നന്നാക്കി എടുക്കുക. ഇതിൻ്റെ കട്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അത് പൊട്ടിക്കുമ്പോൾ തിരിയുങ്ങ് ഇതാ ഒരു വെള്ള ദ്രാവകം ഉണ്ടാവും ഇതിന്. അതിന് വെള്ള ചെടിമേൽ തന്നെ പൊട്ടിക്കുമ്പോൾ തിരിയും. അപ്പോൾ അത് നമുക്ക് കളയണം. ഇത് അപകടകാരിയാണ്. എങ്ങനെയാണെന്നറിയോ, ഇത് പച്ച തിന്നുമ്പോൾ അത് അപകടമാണ്. പിന്നെ നമ്മൾ ഇത് വേവിക്കണമെങ്കിൽ ഇതാ ഇത് നീര് വെക്കുന്നതാ വെള്ള. ഇത് നമ്മൾ ഒന്ന് തിളപ്പിക്കണം. തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മളിത് തിളപ്പിച്ച് കഴിഞ്ഞ് ചൂടാറി കഴിഞ്ഞ് അരിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ സാധാ ചീര വെക്കും പോലെ വെക്കേണ്ടത്. കുറച്ചൊരു റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ നമ്മളങ്ങനെ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ നല്ല വിറ്റാമിനുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയതാണ്. ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഞെട്ടും. ഷുഗർ കൺട്രോൾ ചെയ്യും, പ്രഷർ കൺട്രോൾ ചെയ്യും. പിന്നെ ഇത് വെരിക്കോസ് ഉള്ളവർക്ക് ഇത് കഴിക്കുന്നത് നല്ലതാണ്. ഓർമ്മശക്തി വർദ്ധിക്കും, കണ്ണിന് നല്ല കാഴ്ചയാണ്, അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട്. ഇതൊന്നും ഇനി വേണ്ട, ഈ തണ്ടൊന്നും ഇനി വേണ്ട. ഇത് ഞാൻ എവിടെയെങ്കിലുമൊക്കെ നട്ടുപിടിപ്പിക്കാന്ന് കേൾക്കുക. ആർക്കെങ്കിലും വേണേൽ കൊടുക്കായിരുന്നു. ആർക്കും ഇത് വേണ്ട, ചോദിച്ചാൽ അത് വേണ്ടാണ്. ഇതിൻ്റെ ഗുണം പറഞ്ഞാലും ആർക്കും ഇത് വേണ്ട. അങ്ങനെയാ. അപ്പം ഞാൻ ഇത് വേവിക്കേണ്ടത് മൺപാത്രത്തിലാട്ടോ, മൺപാത്രത്തിലാണ് ഇത് വേവിക്കേണ്ടത്. മറ്റു പാത്രങ്ങളൊന്നും പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞാനിത് തിളപ്പിച്ചുറ്റട്ടെ. നന്നായി തിളച്ചിട്ട് ഇതിൻ്റെ കട്ടൊക്കെ പോയി തണുപ്പിക്കണം, എന്നിട്ടേ ഇത് പറ്റുള്ളൂ. ഒന്ന് തണുത്തിട്ടേ ഇത് മുറിച്ചിടാൻ പറ്റുള്ളൂ. ഇത് തിളപ്പിക്കുമ്പോൾ മൂടി വെക്കരുത് കേട്ടോ, ഇതിൻ്റെ വിഷാംശമൊക്കെ അങ്ങ് പോവട്ടെ. എന്നിട്ട് നല്ലോണം അങ്ങോട്ട് ഇതിന്ന് തന്നെ കുറേ അങ്ങ് വേവും ഇത്. അപ്പം അതങ്ങ് തിളച്ച് റെഡി ആകുമ്പോഴേക്കും നമുക്കിത് തോരന് വെക്കാനുള്ള കൂട്ട് ശരിയാക്കണം. തേങ്ങ, പച്ചമുളക് എല്ലാം റെഡിയാക്കി ഞാൻ ചിരകി എടുക്കട്ടെ. അപ്പോഴേക്കും ഇത് റെഡിയാവും. അത് വേകുമ്പോഴേക്കും നമുക്കിത് ചതക്കിയെടുക്കാം. തേങ്ങ, പച്ചമുളക്, ചെറുള്ളി മിക്സിയിലിട്ടൊന്ന് ചതക്കിയെടുക്കട്ടെ. അപ്പോഴേക്കും അത് വെന്ത് തുടങ്ങുന്നുണ്ട്. നല്ലോണം തിളച്ച് റെഡിയായി. നമുക്കിത് അരിപ്പയിലേക്ക് ഇടാം. നന്നായിട്ടൊന്ന് ചതക്കിയെടുത്ത്
വെളുത്തുള്ളിയിലാണ് വറവിടുന്നത് കേട്ടോ. ഒന്ന് തണുത്തിട്ടുണ്ട്. ഇതിലുള്ള വെള്ളം ഫുള്ളും കട്ട് പൂക്കി കളയാം. ഇതും അങ്ങ് കളയാം. ഇനി ഇത് ചെറുതാക്കി അരിയാം. വേഗം അരിയാനാവും. ഇനി അരിയാൻ നല്ല എളുപ്പമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്ക് നല്ല ടേസ്റ്റുള്ള കഴിക്കുക, പേടി കൂടാതെ കഴിക്കുക. ചിലർക്കൊക്കെ ആണെങ്കിൽ ഇത് അപ്പാടന്നെ വേവിച്ച് തിന്നാൽ പ്രശ്നമില്ല എന്ന് പറയുന്നവരുണ്ട്. അത് അവരുടെ ഭാഗ്യം, അതെന്താണെന്നറിയില്ല. ചിലർക്ക് ഇത് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്താൽ പിന്നെ പേടിക്കേണ്ട. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല ടേസ്റ്റുമാണ്. കട്ട് പോവും, ധൈര്യത്തിൽ തിന്ന. കുറച്ചൊരു റിസ്ക് എടുക്കണമെന്ന് മാത്രം. ഇനി വറവിടാൻ പോവുക. എല്ലാം റെഡിയായി അരിഞ്ഞു വെച്ചു, തേങ്ങ ചതുക്കി വെച്ചു. ഇനി മൺപാത്രം അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ, വെളുത്തുള്ളി ചതച്ചതും വറവിടാം. എണ്ണക്കൊക്കെ നല്ല വിലയാണ്, തേങ്ങക്ക് നല്ല വിലയാണ്. പിന്നെ ഞാൻ അങ്ങനെ ഒന്നും നോക്കിയില്ല, കാരണം ഞാൻ അതൊന്നും പൈസ കൊടുത്ത് വാങ്ങിയതല്ല. എല്ലാം വെളിച്ചെണ്ണ എനിക്കുണ്ട്, പച്ചമുളക് എനിക്കുണ്ട്, തേങ്ങ ഉണ്ട്, ചായ മനസ്സുണ്ട്, ചീര ഉണ്ട്. അതുകൊണ്ട് പിന്നെ എനിക്ക് വലിയ പ്രയാസങ്ങളൊന്നുമില്ല. ഇത് പൈസ കൊടുത്ത് വാങ്ങുന്നവർ കുറച്ചൊരു വേദനിക്കും. ഇതൊരു ഗോൾഡൻ കളറാവട്ടെ. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ച തേങ്ങ, പച്ചമുളക്, ഉള്ളി എല്ലാം ഇതിലുണ്ടല്ലോ, ഒന്ന് വാടട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പ്, ഇനി നമുക്ക് ഇതിടാം. ഞാൻ എല്ലാ പരിപാടിയും കഴിച്ച് നുറുക്കി വെച്ച ചായ മനസ്സ എല്ലാം ഇട്ട് റെഡിയാക്കി. ഇനി ഇത് അടച്ചു വെക്കട്ടെ, കുറച്ച് വെന്തോട്ടെ. അങ്ങനെ അവസാനം നല്ല അടിപൊളി ചായ മനസ്സ തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ടേസ്റ്റ് നോക്കി. നല്ല അടിപൊളി ചായ മനസ്സ തോരൻ ഞാൻ ഉണ്ടാക്കിയതൊക്കെ കണ്ടല്ലോ. ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കാൻ നോക്കുക കേട്ടോ. അപ്പൊ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേ വേണ്ട. നല്ല ഔഷധ ഗുണമുള്ള, ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും ഇത് കഴിച്ചിരിക്കുന്നത് നല്ലതാണ്. ഇത് കഴിച്ചാലുള്ള ഗുണങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഷുഗർ കുറയും, പ്രഷർ കൺട്രോൾ ചെയ്യും, ഗർഭിണികൾക്കും ചെറിയ കുട്ടികൾക്കും എല്ലാം നല്ലത് അത് കഴിക്കുന്നത്. പിന്നെ ഓർമ്മശക്തിക്ക്, തലച്ചോറിന്, പല്ലിന് എല്ലാം നല്ലതാണെന്നാണ് പറയുന്നത്, വെരിക്കോസുകാർക്ക്. അപ്പോൾ എൻ്റെ ചായ മനസ്സ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്ബും തന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ ബൈ.